Welcome to class number CF50 in classical mechanics, classical physics for MSc class, and today we see the topic time dilation, rate of rate of clocks in gravitational field and shift in spectral lines. Today's topic from classical mechanics is time dilation, relativity, time dilation, rate of clocks in gravitational field and shift in spectral lines. അപ്പോൾ ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ മോഡ്യൂൾ 4 റിലേറ്റിവിറ്റിയിലെ ഒരു ടോപ്പിക്കാണ് ടൈം ഡൈലേഷൻ. ഡൈലേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം വലുതാകൽ എന്നാണ്. വലുതാകുക, ടൈം ഡൈലേറ്റ് ചെയ്യുക, ടൈമിങ് നീളം കൂടുക എന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു ലിഫ്റ്റ് മൂവിങ് വിത്ത് ആക്സിലറേഷൻ, അതിനകത്ത് ടൈം വലുതാകും. താഴെ എർത്തിൽ ഒരാൾ സെക്കൻഡ്, ഒരു അപ്പോഴും ഫാസ്റ്റ് ആക്സിലറേറ്റഡ് ലിഫ്റ്റിൽ അത് ടൈം വലുതാകും. ഭൂമിയിൽ 1 സെക്കൻഡ്, ഇതിനകത്ത് ചിലപ്പോൾ 2 സെക്കൻഡ് ആകാം. ടൈം വലുതാകുന്നതിനാണ് നമ്മൾ ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. ടൈം ഡൈലേഷൻ ഇറ്റ് ഇസ് എ റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ്. ഡെഫിനിഷൻ: ടൈം ഡൈലേഷൻ ഈസ് ദ ഡിഫറൻസ് ഇൻ ദി elapsed time measured by two observers due to relative motion or due to the presence of gravitational field. റിലേറ്റീവ് മോഷൻ മൂലമോ ആക്സിലേഷൻ മൂലമോ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡ് മൂലമോ ടൈമിനുണ്ടാകുന്ന വ്യത്യാസം ആക്ച്വൽ ടൈമിനേക്കാൾ, റെസ്റ്റ് ടൈമിനേക്കാൾ ടൈമിലുണ്ടാകുന്ന ആ വ്യത്യാസം വലുതാകൽ, അതിനെയാണ് നമ്മൾ ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. സ്പെഷ്യൽ റിലേറ്റിവിറ്റി, അത് പ്രധാനമായിട്ടും സ്പെഷ്യൽ റിലേറ്റിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇഫ് ആൻ ഒബ്സർവർ മൂവ്സ് വിത്ത് എ വെലോസിറ്റി v related to another, the moving clock appears to tick slower. If an observer moves with a velocity v related to another, the moving clock appears to tick slower. ചലിക്കുന്ന ഒരു പേടകത്തിൽ ഒരു ക്ലോക്ക് പതുക്കെ അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അടിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നു, ടൈം വലുതാകും. അതിന് ഇക്വേഷൻ ആണ് ഡെൽറ്റ ടി. ഈ ഡൈലേറ്റഡ് ടൈം ഡെൽറ്റ ടി ഈസ് ഗാമ ഡെൽറ്റ ടി സീറോ. ഡെൽറ്റ ടി സീറോ റെസ്റ്റ് ടൈം. ഗാമ എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അത് നോക്കി ഒന്ന് കറക്റ്റ് ചെയ്യണം. ഇവിടെ ഗാമ ഈസ് 1/√1 മൈനസ് v²/c² ആണ് കേട്ടോ. ഇവിടെ ആ ബൈ വരെയുള്ള c² ചേർക്കണം. v²/c². ആ വരയുടെ ഇപ്പുറത്ത് ഒരു c² ഇട്ടാൽ മതി. 1 - v²/c² റൂട്ട് സൈനിനകത്താണ് ഡിനോമിനേറ്ററിൽ. ഗാമ ഈസ് 1/√1 - v²/c². ദാറ്റ് ഈസ് ദി മൾട്ടിപ്ലിക്കേഷൻ ടേം. And this time you look here, gamma is 1 when v is 0, and gamma is infinity when v is equal to c. Becoming infinity is not possible, it is impossible. Gamma is 1 when v is 0, gamma is infinity when v equal to c, velocity of light. And that is written here. Here delta t ചേർക്കണേ. Here delta t is a dilated time measured by stationary observer. Dilated time. Delta t is a dilated time that is measured by observer in the ground, observer on the earth. As v tends to c, delta t tends to infinity. അപ്പോൾ v അങ്ങോട്ട് സിയിലേക്ക് ടെൻഡ് ചെയ്താൽ പോയാൽ ഈ ഡൈലേറ്റഡ് ടൈം ഇൻഫിനിറ്റിയിലേക്ക് മാറുന്നത് കാണാം. അപ്പോൾ അതിന് വേറെ മീനിങ് ഉണ്ട്. അപ്പോൾ ഈ വെലോസിറ്റി സിയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് സാധാരണ കേസിൽ പറ്റില്ല. അത് അറ്റോമിക് പാർട്ടിക്കിൾ, സബറ്റോമിക് പാർട്ടിക്കിളിനാണ് ഇത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. അവിടെ ഈ ഇലക്ട്രോൺ, പ്രോട്ടോൺ പോലെയുള്ള മോഷന് ഈ ടൈം ഡൈലേഷൻ ഉണ്ടാകും. ഇനി നമുക്ക് ഗ്രാവിറ്റേഷണൽ ടൈം ഡൈലേഷൻ എന്താണെന്ന് പറയാം. ഗ്രാവിറ്റേഷണൽ ടൈം ഡൈലേഷൻ, ദാറ്റ് ഈസ് കമ്മിങ് ജനറൽ റിലേറ്റിവിറ്റി. എ ക്ലോക്ക് ഇൻ എ സ്ട്രോങ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. A clock in a stronger gravitational field ticks slower compared to one in a weaker field. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷന് തുല്യമാണെന്നറിയാം, നമുക്ക് ഇക്വേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു സ്ട്രോങ് ഫീൽഡിൽ ഈ ക്ലോക്ക് പതുക്കെ പോകുള്ളൂ, ടൈം ഡൈലേറ്റ് ചെയ്യും. എ ക്ലോക്ക് ഇൻ എ സ്ട്രോങ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ticks slower compared to one in a weaker field. That is delta t is delta t0 in the root of 1 minus 2 gm by v
2 gm by r c square. 2 gm by r c square, where r radial distance from the center, g gravitational constant, c speed of light. Rate of clock in a gravitational field. Rate of clock in a gravitational field. A clock at a position where gravitational potential phi is equal to gm by minus gm by r runs at a different rate compared to one at infinity, where potential is 0. You look here, potential phi is equal to minus gm by r. If r is 0, if r is infinity, the potential is 0. So at an infinite distance, the potential is 0. At an infinite distance, the potential is 0. And at a distance r is equal to, distance r is equal to 0, the potential is minus infinity. A clock at a position with a gravitational field of phi is equal to minus gm by r runs at a different rate compared to 1 at infinity, where potential is 0. The approximate relation for weak fields. വീക്ക് ഫീൽഡിൻ്റെ അപ്രോക്സിമേറ്റ് റിലേഷൻ എന്താണ്? ഇവിടെ പൊട്ടൻഷ്യലിൻ്റെ മോഡുലസ് കൊടുത്തിരിക്കുകയാണ്, വിച്ച് ഈസ് മച്ച് ലെസ് ദാൻ സി സ്ക്വയർ. അത്തരൊരു കേസിൽ ഡി ടോ ബൈ ഡി ടി ഈസ് നിയർലി ഈക്വൽ ടു 1 പ്ലസ് 5 ബൈ സി സ്ക്വയർ, വേർ ഡി ടി ഈസ് ദി ടൈം റേറ്റ് അറ്റ് ഇൻഫിനിറ്റി, and since phi less than 0, d tau less than dt, clocks deeper in gravitational field run slower. അപ്പോൾ ഈ ശക്തമായ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ ഒരു ക്ലോക്ക് ഇരിക്കുകയാണെങ്കിൽ അത് സ്ലോവർ ആയിട്ടാണ് പോകുന്നത്. പ്രാക്ടിക്കൽ എക്സാമ്പിൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ചില പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയുകയാണ്. Clock on Earth satellite against in a satellite GPS system. അപ്പോൾ സാറ്റലൈറ്റ് അല്ലെങ്കിൽ GPS in a satellite GPS system. Just on Earth, deeper potential, slower tickling, slower ticking, clock പതുക്കെ പോകുന്നു. Satellite clock runs slightly faster, must be corrected for GPS accuracy. Due to this shift in time dilation, there is a shift in spectral lines. That is called gravitational redshift. നമുക്കറിയാം റെഡ്ഷിഫ്റ്റ് എന്താണെന്ന് അറിയാം. ഇപ്പോൾ നമ്മുടെ ചില സ്റ്റാറുകൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന സ്റ്റാറുകളുടെ ലൈറ്റ് റെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, റെഡ് റീജിയനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഷിഫ്റ്റ് ഇൻ സ്പെക്ട്രൽ ലൈൻസ്, ഗ്രാവിറ്റേഷണൽ റെഡ് ഷിഫ്റ്റ്. Photons climbing out of a gravitational field lose energy. Frequency decreases, wavelength increases. That is, when wavelength increases, the light changes to red side. This leads to redshift of spectral lines. Formula for weak gravitational field: delta nu ആണ്. ഇറ്റ് ഈസ് എ വെലോസിറ്റി ടേം. ഇവിടെ ഫ്രീക്വൻസി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ വി ക്യാൻ കറക്റ്റ് ഇറ്റ്. ഫോർ വീക്ക് ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഡെൽറ്റ ന്യൂ ബൈ ന്യൂ ഈസ് ഈക്വൽ ഡെൽറ്റ ഫൈ ബൈ സി സ്ക്വയർ, വേർ ന്യൂ ഒറിജിനൽ ഫ്രീക്വൻസി, ഡെൽറ്റ ന്യൂ ഈസ് ചേഞ്ച് ഫ്രീക്വൻസി, ഡെൽറ്റ ഫൈ ഡിഫറൻസ് ഇൻ gravitational potential between emission and observation point. C is velocity of light.
if emitted at a radius r, re, and observed at r0, അപ്പോൾ ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ആർ ഡിസ്റ്റൻസ് നിന്നാണ് അത് കാണുന്ന r0 ഡിസ്റ്റൻസിലാണ് എങ്കിൽ v0 root of 1 minus 2 gm by r0 c square by 1 minus 2 gm by re c square, അങ്ങനെ ഒരു റിലേഷൻ കൂടി ഈ ഫ്രീക്വൻസി തമ്മിലുണ്ട്. Limitations of this spectral shift. Implication: light emitted near massive objects, sun, neutron star, black hole, appears redshifted when observed farther away. ബ്ലാക്ക് ഹോളിൽ സംശയം വരും എങ്കിലും ഇവിടെ പറയണം, അങ്ങനെ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് റെഡ്ഷിഫ്റ്റ് കൂടുതലായിരിക്കും. കാരണം അവിടെ സ്ട്രോങ് ഗ്രാവിറ്റിയാണ് ഉള്ളത്. വെരിഫൈഡ് എക്സ്പെരിമെൻ്റലി, പക്ഷേ റെഡ്ഷിഫ്റ്റ് ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് തെളിയിച്ചിട്ടുള്ളതാണ്. ആ പരീക്ഷണത്തിൻ്റെ പേരാണ് പൗണ്ട് റെപ്ക എക്സ്പെരിമെൻറ്റ് ഇൻ 1959. പൗണ്ട് റെപ്ക എക്സ്പെരിമെൻറ്റിലൂടെ സ്റ്റാറുകളെ റെഡ്ഷിഫ്റ്റ് എക്സ്പെരിമെൻ്റലായിട്ട് തെളിയിച്ചിട്ടുണ്ട്. And here is a summary of this class. Time dilation. Moving your deeper clocks runs slower. Time പതുക്കെ പോവും. Rate of clocks in gravity. Clocks at lower gravitational potential. Clocks at a lower gravitational potential tick. ക്ലോക്സ് അറ്റ് ലോവർ എന്നല്ല, അവിടെ ആ മൈനസ് സൈനോടാണ് അങ്ങനെ പറയുന്നത്. ക്ലോക്സ് അറ്റ് ലോവർ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ടിക്ക് ലോവർ, ആ മൈനസ് ഉള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇനി സ്പെക്കുലൈൻ ഷിഫ്റ്റ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കോസസ് മെഷറബിൾ റെഡ്ഷിഫ്റ്റ് ഇൻ ലൈറ്റ് എസ്കേപ്പിംഗ് ഫ്രം മാസീവ് ബോഡീസ്. But these are the important questions from this class. What is the relativistic time dilation? Explain gravitational time dilation. Explain rate of clock in gravitational field. Field എന്ന് വായിക്കണം. Field ഒരു ഡി ചേർക്കുക. What is gravitational redshift? Give its implications. Implications ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Implications. That is all with your class number 50. We continue our classes. Thank you.